ഹലോ, ലക്ഷ്മീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കോക്കനട്ട് റൈസാണ്. വളരെയധികം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഈ റെസിപ്പി കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ ഈസി ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ് ഈ കോക്കനട്ട് റൈസ്. അപ്പോൾ കോക്കനട്ട് റൈസ് തീർച്ചയായിട്ടും കഴിക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. വളരെയധികം ടേസ്റ്റിയാണ്. ഇതുണ്ടാക്കുവാനായിട്ട് ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉറാദ് ദാൽ അഥവാ ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് എന്നിവ ഇട്ട ശേഷം ചുമന്ന മുളക് കൂടി ഇട്ട് കൊടുക്കുക. 1 വറ്റൽമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആവുന്നിടം വരെ മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കശുവണ്ടി ഇടാം. ഒരു 10-15 കശുവണ്ടിയോളം നമുക്ക് ഇടാവുന്നതാണ്. കശുവണ്ടി ഇല്ല എങ്കിൽ കടല ഇട്ടാലും മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ റെസിപ്പിക്ക്. അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മളുടെ കോക്കനട്ട് റൈസിന്. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് കോക്കനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. ഉപ്പിൻ്റെ ഒന്നും അളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. ഇതെല്ലാം കൂടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് സമയമില്ലാത്തപ്പോഴും അതുപോലെ കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ചോറ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. 1 കപ്പ് കുക്ക്ഡ് റൈസാണ്. അപ്പോൾ തലേദിവസം തന്നെ കുക്ക്ഡ് റൈസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലത്തെ പണി വളരെയധികം ഈസി ആയിട്ട് കഴിഞ്ഞു കിട്ടും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി കുറച്ച് നന്നായി കുഞ്ഞതായി മുറിച്ച ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ പണി. നമ്മളുടെ കോക്കനട്ട് റൈസ് റെഡി ആയിട്ട് കിട്ടി. പക്ഷേ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. വളരെയധികം ടേസ്റ്റിയാണ്. പിക്കിളിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസ് റെസിപ്പിയാണിത്. എല്ലാവരും കഴിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. ഇനി കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ്. എല്ലാവരും സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി.